അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അവലും തേങ്ങാപ്പാലും കൊണ്ട് നല്ല അടിപൊളി റെസിപ്പി തയ്യാറാക്കാൻ പോകുന്ന ഒരു ഇച്ചിരി മധുരമൊക്കെ ആയിട്ട് നമുക്ക് കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കിയാലോ. അതിനുമുമ്പ് എന്നും പറയുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാന്ന്. അപ്പൊ ഞാനൊരു 2.5 കപ്പോളം അവലെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അവലൊന്ന് വറുത്തെടുക്കണം. കടായിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അവലൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു തേങ്ങ നമ്മൾ പാലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പാല് പിഴിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അവലിനകത്തോട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പൊ ഒരു കടായിൽ നമ്മൾ ശർക്കര പാനി അരിച്ചെടുത്തതാണ്. അരിച്ച് നമ്മൾ തിളച്ചോണ്ടിരിക്കുകയാണ്. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇപ്പൊ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കി എടുക്കണം. ഒന്ന് കുറുകി വരും. നമ്മുടെ അവിലായോണ്ട് പെട്ടെന്ന് തന്നെ സാധനം കുറുകി കിട്ടിക്കോളും. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അരമുറി തേങ്ങ തിരികിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നുണ്ട് തന്നെ ഇത് നല്ല കുറുകി വരുമ്പം നമ്മൾ ആ തേങ്ങാപ്പാലിനകത്തുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പൊ അതിനൊക്കെ തന്നെ നമ്മൾ ഏകദേശം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മൾ അലുവയുടെ അതേ പരുവൊക്കെ ആയി കിട്ടണം, എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇറക്കാനുള്ള സമയമൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നു. ഈ സമയത്ത് നമുക്ക് ഇറക്കാം. ഞാൻ ഒരു പ്ലേറ്റിനകത്ത് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് ഇനി നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പൊ നമ്മൾ നല്ലോണം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറോളം നല്ലോണം തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ആ കൂട്ടുകാരെ, ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് തണുത്ത് വന്നിട്ടുണ്ട്. 2 മണിക്കൂറൊന്നും വേണ്ടി വന്നില്ല. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊരു പീസ് ആക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഏത് പൊസിഷൻ വേണോ അങ്ങനെ ആക്കി എടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിൽ എടുക്കുന്നത്. മാറ്റാം. ആണ് ഇഡ്ഡലിയും സാധനമാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കൂട്ടുകാരെ. നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ. ഓക്കെ, ഒരുപാട് ചെയ്ത് സൂപ്പറാ. പുതിയൊരു വീണ്ടും കൂട്ടുകാരെ.